എപ്പോഴാണ് പെയിന്റ് ഒക്കെ അടിച്ചത്? ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നിന്റെ അച്ഛനും എന്റെ അച്ഛനും കൂടെ ചേർന്ന് നടത്തിയ കലാപരിപാടികൾ ഇതൊക്കെ. നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റണ? മേക്കപ്പ് ആർട്ടിസ്റ്റ് എപ്പോ വരും? മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമില്ല, ഞാൻ തന്നെയാ ഒരുങ്ങുന്നേ. ഒറ്റയ്ക്കാ? പക്ഷെ ഞാൻ ചെയ്തരാ, ഞാൻ നന്നായിട്ട് മേക്കപ്പ് ചെയ്യും. പാപ്പു നന്നായി മേക്കപ്പ് ചെയ്യും. പറഞ്ഞെടുക്ക്, നന്നായി ചെയ്യും. പപ്പൻ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു, എന്തായിരുന്നു? അതെ, ഈ പപ്പന് പറയാനുള്ളത് വെട്ടി തുറന്നു പറയും. അതാണ് പപ്പന്റെ ശീലം. പപ്പൻ അത് പറയുമ്പം ആരെയും പേടിയില്ല, ഉള്ള കാര്യം അങ്ങ് തുറന്നു പറയും. ഇതിപ്പോ ജനാധിപത്യ രാജ്യമാണ്, അല്ലാതെ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചതുപോലെ അല്ല. ഒരു ഇന്ത്യൻ പൗരന് എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ആരെ കെട്ടണം എന്നുള്ളത് വരെ പൂർണ്ണമായിട്ട് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. മനസ്സിലായ? ഇല്ല, പപ്പൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. പോപ്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നിന്നെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണ് ഈ കല്യാണം കഴിപ്പിക്കുന്നത് എന്തെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് തടയാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടെന്ന്. ഓക്കെ, ഈ നിശ്ചയം വേണേ ഞങ്ങൾ ആരും അറിയാണ്ട് കോളാക്കി തരാം. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഏയ്, അതൊന്നും വേണ്ട. അങ്ങനെ ചെയ്താലേ നാട്ടുകാരുടെ മുന്നിൽ എന്റെ അച്ഛനും അമ്മയും നാണം കിടത്തില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. നിന്റെ അച്ഛനും അമ്മയും നാണം കെടാത്ത രീതിയിൽ ഞാൻ സെറ്റാക്കി തരാം. ഞാൻ മികച്ച 5 കല്യാണം മുടക്കി പ്ലാനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഇഷ്ടമുള്ളതിന് പറഞ്ഞതോട് അത് നമുക്ക് ചെയ്യാം. തൊട്ടോ. ഏയ്, അതൊന്നും വേണ്ട പപ്പ, അതിന്റെ ഒരാവശ്യമില്ല. അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം എന്താണോ അത് തന്നെ നടക്കട്ടെ. ഞാൻ ഇനി അവരുടെ ഒരാഗ്രഹത്തിനെതിരെ നിൽക്കുന്നില്ല. അല്ല, അപ്പൊ നിനക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതം. എടി നീ ഒന്നുകൂടി ആലോചിച്ചു, കുറച്ചുകൂടി കഴിഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കാര്യത്തില്. ഞാൻ നന്നായിട്ട് ആലോചിച്ച് തന്നെ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി അതിലൊരു മാറ്റവും ഇല്ല. നിനക്കെന്തെങ്കിലും ഒരു മനം മാറ്റം? ഓരോരോ അവസ്ഥകളല്ലേ നമ്മളെ ഓരോരോ കാര്യത്തിൽ എത്തിക്കുന്നത്. അങ്ങനെ കൂട്ടിയാൽ മതി. എന്നാ പിന്നെ നമുക്കൊന്നും പറയാനില്ല. മോളെ, ഈ പപ്പന്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹവും നിനക്കുണ്ടാവും. താങ്ക് യു പപ്പ. നിങ്ങൾ രാവിലെ തിരിച്ചതല്ലേ, എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് സദ്യ കഴിക്കാനുള്ളതുകൊണ്ട്. സദ്യ പക്ഷെ ഉച്ചയ്ക്കാ. അയ്യോ, ആണോ? കുഴപ്പമില്ല, ഞാൻ ഇഡ്ഡലി എടുത്തിട്ട് വരാം. എന്നാൽ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ട്. ഇഡ്ഡലി കർബ? എന്തിനു മോള് പോണം? ഇത് നമ്മളെ വീടല്ലേ, ഞാൻ എടുക്കാം. ഞാനും ഉണ്ട്. മോള് സംസാരിച്ചിരിക്കും. എടി നിനക്ക് എന്താണ് പ്രശ്നം? നീ ഒന്ന് ചിന്തിച്ചോ പ്ലീസ്. അവക്കവിടെ നല്ല ജോലിയൊക്കെ ആയി. ഇത് അവള് വാങ്ങിക്കൊണ്ട് തന്നതാ. ഇപ്പോഴത്തെ ഒരു സ്വർണ്ണ വില വെച്ചിട്ടേ 2 പവന്റെ മാലയൊക്കെ വാങ്ങിക്കണമെങ്കിൽ അവളുടെ ശമ്പളം എത്ര നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ അതെ, നമ്മൾ ഈ പെമ്പിള്ളരെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് കെട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ വഴിക്ക് വിടണമെന്നേ, അപ്പോഴല്ലേ അവർ പോയി രക്ഷപ്പെടൂ. അതിൽ അച്ഛന്റെ അമ്മ പറഞ്ഞ കറക്റ്റാ. അവൾക്ക് ആ മാല വാങ്ങാൻ വലിയ പാടൊന്നും. പപ്പ എന്താ ഇവിടെ വന്നേ? അല്ല, ഇവിടെ വന്ന ഇഡലിയോ ദോശയോ ഒക്കെ കിട്ടുമെന്ന് മോള് പറഞ്ഞു. പപ്പ അവിടെ പോയിരുന്നു, ഞാൻ കൊണ്ടുതരാം. പുള്ളിക്കാരിയുടെ പുറത്താവില്ല അവിടെ. പോപ്പിൻസ് കഴിക്ക്. എന്താണ്? പുള്ളിക്കാരിനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള എല്ലാ പ്ലാനും സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നല്ലാതെ ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അത് കുഴപ്പമില്ല. അവൾക്ക് നമ്മളെ കൂടെ വരാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്ത് വില കൊടുത്തു, ഇനി ആരൊക്കെ എതിർത്താലും നമ്മൾ ഇവിടെ നിന്ന് അവളെ കൊണ്ടുപോകും. പിന്നല്ല. ഓഹോ, നീ മായമ്മയെ വിളിച്ചോണ്ട് പോകാനാണല്ലേടാ വന്നത്? ശരിയാക്കി തരാം. എൻ്റെ കണ്ണ് വെട്ടിച്ച് നീ അവളെ കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണം. നല്ല ടേസ്റ്റ് അല്ലേ? അതെനിക്ക് മനസ്സിലായി. അങ്ങനല്ല, എടിതേ ഈ സൈഡ് ഞാൻ എടുക്കുന്നത് എങ്ങനെയുണ്ട്? ഇതാണ് കൊടുക്കണേ? ഇതൊക്കെ എപ്പോ പോയി വാങ്ങിച്ച്? കഴിഞ്ഞ ആഴ്ച ഞാനും അമ്മയും കൂടെ പോയി വാങ്ങിച്ചതാ. എടേ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ആരാടി ചെക്കൻ? ചെറുക്കനെ
ചെറുക്കനെ പറഞ്ഞ നിനക്കറിയാം. എനിക്കറിയോ? അതാരാത്? നമ്മുടെ നമ്മുടെ അമലില്ലേ? ഏത് നമ്മള്? നമ്മുടെ കലിപ്പം പോയിച്ചിട്ട് അമല? കൂടുതൽ കിടന്ന് ചൊറിയാണ്ട് പോടാ പോടാ കറുത്തിനൊത്ത് കളിക്കടാ. ആടാ ചൊറിഞ്ഞ പട്ടി അച്ഛനെ വിളിക്കുന്നോടാ നീ. എടി നിനക്കത് പ്രാന്താ? അവനാണ് കല്യാണം കഴിക്കാൻ പോണത്? അവനാണ് കല്യാണം കഴിക്കാൻ പോന്നെ. ഇതൊക്കെ എപ്പ സംഭവിച്ചടി? എടി നമ്മളന്ന് അവനെ ചവിട്ടിയില്ലേ, അതാണ് ഇവിടം വരെ എത്തിച്ചത്. ചവിട്ടിയപ്പോ തന്നെ അവന് ഇഷ്ടമായോ? എടി അവിടെയായിട്ട് ടിസ്റ്റ് ഉണ്ടായത്. എന്ത് ടെസ്റ്റ്? എന്താ പറയണ്ടെന്ന് പറഞ്ഞേ? നീ സംസാരിക്കേ. പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു ആലോചനയായിട്ട് വരാൻ കാരണം? നീ അന്ന് വലുതുകാലത്ത് വെച്ചിട്ട് ചവിട്ടിയില്ലേ, ആ ചവിട്ടൊരു ഭാഗ്യമായിരുന്നോ? ഭാഗ്യോ എന്നുവെച്ചാ? അന്ന് ആ ചവിട്ടും കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ PSC റാങ്ക് ലിസ്റ്റ് കയറിയാരെ അറിഞ്ഞത്. ശരിക്കും നീ അന്ന് വലുതുകാലം എടുത്തു വെച്ചത് എൻ്റെ നെഞ്ചത്തോട്ടായിരുന്നില്ല, എൻ്റെ ലൈഫിലോട്ടായിരുന്നു. അമ്മല ഞാനും നീയും ശരിയാകുമോ? എനിക്കറിയത്തില്ല. എടോ അതൊക്കെ ശരിയാവും. ശരിക്കും സൂപ്പർ ഗേൾസും കലിപ്പം ബോയ്സും ഇങ്ങനെ നടക്കേണ്ട ആൾക്കാരല്ല, നമ്മൾ എങ്ങനെയെങ്കിലും ഒന്നിക്കേണ്ട ആൾക്കാരാ. എടോ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. താൻ തൻ്റെ ഇഷ്ടം അറിയിക്കും. എടി അവന് നിന്നെ ശരിക്കും ഇഷ്ടമായിട്ടാണോ അതോ അന്നത്തെ ചവിട്ടിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിട്ടല്ലോ ആണോ? ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാടി കല്യാണം കഴിക്കാന്ന് തീരുമാനിച്ചേ. നിനക്ക് ഉറപ്പുണ്ടോ? നീ എന്തായാലും കല്യാണത്തിന് മുന്നേ അവനോട് നന്നായി സംസാരിക്കാം. നീ ഇങ്ങനെ ടെൻഷൻ ആകാതെ, നമുക്കെല്ലാം ശരിയാക്കാം. നിനക്കിപ്പോ ഇത് എന്തോന്നിന്റെ കുഴപ്പം? ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് പോരെ ഇത്? അതുവരെ പിടിച്ചിരിക്കാൻ പറ്റൂല മോഹന. എന്തിനാ ടെൻഷൻ? ഈ കാര്യങ്ങളൊക്കെ ഇവിടെ മംഗളമായിട്ട് നടക്കും. കാര്യങ്ങളെല്ലാം നടക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇവിടെ നടക്കും. എന്തോന്ന് കാര്യം? നമ്മളെ പോപ്പിൻസ് പപ്പനില്ലേ, മോളുടെ നിശ്ചയം കഴിയുമ്പോൾ തന്നെ മായമയും കൊണ്ട് അവൻ മിക്കവാറും പോകും. വെള്ളം അടിച്ചിട്ട് വല്ലോ ഒന്നും വിളിച്ച് പറയരുത്. അങ്ങനെയൊന്നും നടക്കാൻ പോണില്ല ഇവിടെ. അളി എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ കൂടെ നിൽക്കുകയല്ലേ. എന്താണ് രണ്ടുപേരും കൂടെ ഇവിടെ പരിപാടി? എടാ പോപ്പിൻസ് പപ്പ, നിന്റെ ഒരാഗ്രഹവും ഇവിടെ നടക്കൂല. അതിനു വേണ്ടി നീ ഇവിടെ കിടന്ന് കറങ്ങേം വേണ്ട, നീ നോക്കിക്കോ. അങ്ങനെ പറഞ്ഞ് എങ്ങനെ ചക്കക്കുരു? ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടേ പോവും. അതുമല്ല ഇതൊക്കെ എത്രയെന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കാൻ പറ്റും? എൻ്റെ പാപ്പ സാറേ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവൻ ഒരു ഭാര്യയും ഒരു കൊച്ചുമാണ് ഉള്ളത്. സാർ ഇവിടെ കിടന്ന് കറങ്ങി ഇവന്റെ ജീവിതം തൊലയ്ക്കല് സാർ. ഞാനിതുപോലെ മൂത്രം ഒഴിച്ചെന്നും പറഞ്ഞ് ഇവന്റെ ജീവിതം എങ്ങനെ തൊലയും? മൂത്രം പിന്നല്ലാതെ അവിടെ ബാത്റൂമിൽ പോയി ഞാൻ, അവിടെ മൊത്തം പെണ്ണുങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് ഞാൻ വരുമ്പോഴാണ് നിങ്ങളെ കണ്ടത്. നിങ്ങൾ പതുക്കെ ഒന്ന് ഒതുങ്ങി തന്നെ ഞാൻ അവിടെ ഒഴിച്ചിട്ടങ്ങ് പോവും. നിനക്ക് പോവാൻ നിനക്ക് തരാൻ മദ്യം അവിടെ ഇല്ല. എടാ മദ്യം ഒഴിക്കുന്ന കാര്യമല്ലടാ ചക്കക്കുരു, മൂത്രം ഒഴിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എടാ ചക്കക്കുരു, നീ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ നീ കുടിച്ച് ഇവിടെ എവിടെയെങ്കിലും കോഞ്ഞാട്ടായിട്ട് കിടക്കുകയും ചെയ്യും. ഞാനായിരിക്കും കൊച്ചിൻ്റെ കൈ പിടിച്ചു കൊടുക്കാൻ പോണത്, കേട്ടാ? എന്നാ നീ കുടിച്ചോ, ബാക്കിയെല്ലാം നീ കുടിച്ചോ. വേണ്ടേ? ഞാൻ ഇനി ഉണർന്നിരുന്നതിലെ കാര്യം നടക്കൂ. രസല്ലേ? ഓക്കെ അല്ലേ? സുന്ദരിയായിട്ടല്ലേ?
വേണമെങ്കിൽ ഒന്നുകൂടി ആലോചിച്ചോട്ടോ, നമുക്ക് കല്യാണം കഴിക്കട്ടെ. ഓ ഇതെന്തൊക്കെ വാരിപ്പൊത്തണത്. അവളുടെ മൊത്തം എന്തെങ്കിലും മാറിപ്പത്തെ സാധനമൊക്കെ എന്താ പ്രശ്നം? അയ്യോ ഒരു ഇത്തിരി പൗഡർ ഇട്ടാ പോരെ. ഇതൊക്കെ നമ്മൾ ഇടുന്നതാ, ഇപ്പൊ എന്താ പ്രശ്നം? എന്താ ആഹാ പ്രശ്നം എന്താണെന്നാ? എനിക്ക് പ്രശ്നമുണ്ട്. എങ്ങനെ? ഈ കല്യാണം കൊണ്ടുവന്നത് ഞാനല്ലേ. അത് നിങ്ങളായിരുന്നല്ലേ? അതെ. ഞാൻ നോക്കിയിരിക്കുവായിരുന്നു ഇത് ആരാന്നുള്ളത്. ആ ഞാനാ കൊണ്ടുവന്നത്. നിന്നെയും കെട്ടിക്കും. എന്നെ കെട്ടിക്കാനെങ്കിൽ വന്നാ മതി, ഞാൻ നിന്ന് തരും. ഓ വേറെ ആരെല്ലാം പോയി കെട്ടിച്ചാ മതി ട്ടാ. പോല്ല. സാവിത്രിയമ്മ അപ്പുറത്തോട്ട് വെക്കോ, അപ്പൊ നമ്മള് വരാം. ആയിരിക്കും നല്ലത്. ചെല്ലേ ചെല്ലേ. ആ പിന്നെ പറയാം. നടിക്കല്ലേ കൊച്ചേ. എന്തെന്ന് വെച്ചു? എടി നീ ഇപ്പൊ ഇങ്ങനെ നിക്കാൻ കാരണം ഇവർ ഒരാളല്ലേ അല്ലേ? അവരുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞോടെ എന്റെ ലച്ചു. സ്വഭാവക്കാർ, അതുകൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നിക്കണത്. നേരെ തള്ളച്ചി. ഇവിടുത്തെ ന്യൂസ് പേപ്പറാ. ഓ യു മീൻ മറ്റാ നുണച്ചിപ്പാറു അമ്മമ്മ. പുള്ളിക്കാരിക്കാണ് ഇഷ്ടായിട്ടാ. ഞങ്ങളുടെ കൊണ്ടായാലോ? അയ്യോ ഈ നാടൊന്ന് രക്ഷപ്പെടും. വേഗം എടുത്തോണ്ടോ. എന്റെ പ്രൊഫഷനിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. ഓ നല്ലായിരിക്കും കൂട്ടെ. കഴിഞ്ഞോ? നമുക്ക് ഇറങ്ങാം. നോക്കട്ടെ. അമ്മ അമലിന്റെ അമ്മയാ. ഇതൊക്കെ ആരാ മോളെ? എന്റെ അടുത്ത സുഹൃത്തുക്കളാ ലച്ചു പാപ്പു. എന്നാ മോള് റെഡി ആയിക്കോ, അമ്മ അവിടെ ഇരിക്കാം. ശരി. നല്ല അമ്മായിനിയാണല്ലോ. ഡീസന്റ് ആട്ടാ. കൊള്ളാം കൊള്ളാം. ചിരിക്കും. പോവാ. മക്കളെ മാളു, ആദ്യം പയ്യനാണ് ഇടേണ്ടത്. നിന്റെ അടുത്ത് ആര് പറഞ്ഞേ? പെൺകുട്ടിയാണ് ആദ്യം ഇട്ട് കൊടുക്കാനുള്ളത്. ആദ്യം പെൺകുട്ടി പയ്യനെ വരിക്കണം, അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളവിടെയൊക്കെ ആദ്യം പയ്യനാണ് ഇടുന്നത്. അല്ലല്ല, ഈ രാജ്യത്ത് ഈ സ്ഥലത്ത് ആദ്യം പെൺകുട്ടിയാണ് പയ്യനെ മോതിരാണിയിക്കുന്നത്. ആ ശരി, അങ്ങനെ അങ്ങനെ മോളെ ഇടും. നീ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞു കൊടുക്കൂലേ? എടേ രവി, നീ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഒന്നല്ലേടേ, നമ്മളെ മോളല്ലേ? നമ്മളെ മോളാ, എന്റെ മോളാണത്. സമ്മതിച്ചടേ, നിന്റെ മോള് തന്നെ. ആ മോളിട് മോളെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ, നമ്മളുടെ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമുള്ള വിരുന്ന് നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, മഴ കാരണം അത് മാറ്റിയിരിക്കുകയാണ്. മാറ്റിയെന്ന് പറഞ്ഞാൽ വേറെ ദൂരെയൊന്നുമില്ല, തൊട്ടടുത്ത് നമ്മളെ സുഹൃത്തായ മോഹനൻ്റെ ടെറസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആഹാരം കഴിക്കാൻ താല്പര്യമുള്ളവർ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഈ പപ്പൻ്റെ, ഹവീൽദാർ പപ്പൻ്റെ സ്നേഹവിരുന്ന് ഉണ്ടായിരിക്കുന്നതാണ്, അതിലേക്ക് ഇവിടെ നിൽക്ക് പ്രോത്സാഹിപ്പിക്കുക. കൈയടികൾ വന്നാലേ പ്രോത്സാഹനം ഉള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ ഒരു മുഖ്യമായ കാര്യം, മോഹൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പടിയിൽ വഴുക്കലുണ്ട്, പതുക്കെ സൂക്ഷിച്ചു പോവുക. തെന്നി വീണ് കഴിഞ്ഞാൽ സംഘാടകർ ഉത്തരവാദികളല്ല. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ട്രാക്കറാ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ.
നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നിനക്കെന്തൊരു വിഷമം? ഒന്നുമില്ല. നീ കണ്ണടച്ചേ. എന്തിനാ? നിനക്ക് ഞാൻ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. കണ്ണടയ്ക്ക്. എന്ത് സമ്മാനം? കണ്ണടയ്ക്ക്. ഇത് തുറക്ക്. എന്തിനാടി ഇത്? ഇതാദ്യം എന്താ നിനക്ക് മനസ്സിലായല്ലോ? ഫോണാന്ന് മനസ്സിലായി. യെസ്, ഈ ഫോണേ ഇത് നിനക്കുള്ളതാ. പിടിക്ക്. എനിക്ക് വേണ്ടടി. ലച്ചു എന്റെ വാരിക്കുന്ന കേക്കില്ലേ കേട്ടല്ലോ. എടി ലച്ചു, ഒരു നല്ലൊരു ഫോൺ വാങ്ങിക്കാൻ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് എത്ര രൂപ കിട്ടുന്നതെല്ലാം മിച്ചം വെച്ച് നമ്മൾ പൈസ സ്വരുക്കൂട്ടി വെച്ചതല്ലേ ഫോൺ വാങ്ങിക്കാൻ. എന്നിട്ട് അത് വാങ്ങിച്ച് അതിലൂടെ വീഡിയോസ് ഇട്ട് നമുക്ക് ഭയങ്കര ഹിറ്റായി സൂപ്പർ ഗേൾസിനെ അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിച്ചത്. എന്റെ കാര്യത്തിന് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കേക്ക്, എനിക്കിതിന്റെ ആവശ്യമില്ല. ദേ, ഇതിന് നിനക്കുള്ളത് നീ വെച്ചോ. നീ വേണം ഇതിലൂടെ ഇനി നമ്മുടെ സൂപ്പർ ഗേൾസിനെ ഹിറ്റാക്കാൻ. എടി, ഒരു എടിയില്ല. ചില വഴികൾ നമ്മളെ പരീക്ഷിക്കും, ചില ആളുകൾ നമ്മളെ പഠിപ്പിക്കും. പക്ഷേ ഓരോ അനുഭവവും നമ്മളെ ശക്തരാക്കും. പുതിയ തീരുമാനങ്ങളുമായി സൂപ്പർ ഗേൾസ് പുതിയ ജീവിതത്തിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഇത്രയും നാൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ലച്ചുവിൻ്റെയും മാളുവിൻ്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു. ഇവരുടെ സ്വപ്നങ്ങൾ മാറിയിട്ടില്ല, തിരഞ്ഞെടുത്ത വഴികൾ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇനിയുള്ള സ്വപ്നങ്ങൾ സത്യമാകട്ടെ.